ദാനിയേലിന്റെ പുസ്തകം 11:32 പറയുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, ആമേൻ, ആരെ സേവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ദൈവം ആരെ എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ പറയുക, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് എന്തു ചെയ്യും? വീര്യം പ്രവർത്തിക്കും. കാരണം എന്തുകൊണ്ടാണ് വീര്യം പ്രവർത്തിക്കും? എന്റെ ദൈവം വീരനാം ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, എന്റെ ദൈവം യുദ്ധവീരനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, എന്റെ ദൈവം എന്റെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും വേദപുസ്തകം പറയുന്നു, നമ്മൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയാത്തത്? നമുക്ക് നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ ദൈവം ആരെന്നും അവന്റെ പ്രവൃത്തി എന്തെന്നും തിരിച്ചറിയുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും. സങ്കീർത്തനം 24 അതിന്റെ 8 വാക്യം, മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ആരാ നമ്മുടെ കർത്താവ്? അവൻ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. നമുക്കറിയാം, വളരെ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായ ഉദാഹരണം. അതായത് ലോകശക്തി ശദ്രക്കും മേശക്കിനും അബേദ്യോവിനും എതിരായി നിൽക്കുക. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ അന്നത്തെ ആ രാജ്യം ഭരിക്കുന്ന രാജാവും കൂട്ടരും ഈ 3 ചെറുപ്പക്കാർക്കെതിരെ നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് വെടിവെപ്പാൻ കഴിയും. ഹല്ലേലൂയ. അവരുടെ ജീവനേക്കാൾ വലുതായി ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറായി. അവർ തങ്ങളുടെ അവരുടെ ജീവന് കൊടുക്കുന്ന വിലയേക്കാൾ ദൈവികമായ തീരുമാനങ്ങൾക്ക് അവർ വില കൊടുത്തപ്പോൾ ദൈവത്തിന്റെ കരം കാണുവാൻ കഴിഞ്ഞു. അത് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. കാരണം ദൈവത്തെക്കാൾ അധികം ജീവനെ സ്നേഹിക്കുകയോ മാന്യതയെ സ്നേഹിക്കുകയോ ബഹുമാനത്തെ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ അതിനെ കളയും. പക്ഷെ ദൈവം ആരാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ തയ്യാറായ യുദ്ധവീരനായ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് കാണുവാൻ കഴിയും. ചെറുപ്പക്കാരെ എടുത്ത് തീയിലേക്ക് ഇടുന്നതായ ഒരു രംഗമുണ്ട്. രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കുവാൻ ഇവർ തയ്യാറാകാതെ നിന്നപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ജീവനല്ല വലുത്, ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങൾക്ക് വലുത്. ഞങ്ങൾ ഈ ജീവനേക്കാൾ വലുതായി കാണുന്നത് ഞങ്ങളുടെ ദൈവത്തെയാണ്. തീയുടെ ശക്തി വർദ്ധിപ്പിച്ചപ്പോഴും അവർ അവരുടെ തീരുമാനത്തെ മാറ്റുവാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ അവർ ജീവനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ദൈവിക തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്താ ചെയ്തെന്ന് നോക്കിയേ. അവർക്ക് വേണ്ടി തീയിലിറങ്ങി വന്ന ദൈവമാണ്. അതാണ് ദാനിയേലിന്റെ പുസ്തകം 3:17 പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അങ്ങനെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഗ്നിയിലിറങ്ങി യുദ്ധം ചെയ്ത ദൈവമാണ്. അതാണ് തന്റെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഇന്ന് വായിച്ചത്. ദൈവത്തെ അറിയുന്നവർ എങ്ങനെ? തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ കുറിച്ചൊരു അറിവ് വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ യുദ്ധങ്ങളിൽ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധി ഉറച്ചു നിൽക്കണം. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഗോഡ് ബ്ലസ് യു.